നമസ്തേ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തൃക്കേട്ട നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം, അതായത് 2025 എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. പൊതു സ്വഭാവത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കുന്തം പോലെ 3 നക്ഷത്രങ്ങൾ കാണപ്പെടുന്നതാണ് തൃക്കേട്ട. ഇന്ദ്രനാണ് ദേവത, രക്ഷാകങ്കണം ആണ് ചിഹ്നം. ഈ നക്ഷത്രജാതർ പൊതുവെ അധ്വാനശീലരും കർമ്മനിരതരുമായിരിക്കും. ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ ശേഷം പെട്ടെന്ന് പിന്നോക്കം വയ്ക്കുന്ന സ്വഭാവം ഇവരിൽ കാണപ്പെടുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വാക് സാമർഥ്യവും ബുദ്ധിശക്തിയും കൊണ്ട് ആരെയും ആകർഷിക്കും. പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലും സദ്യ ഒരുക്കുന്നതിലും ഇവർ പ്രത്യേക അഭിരുചി കാണിക്കും. സ്വാതന്ത്ര്യത്തിലും സുഖസൗകര്യങ്ങളിലും താല്പര്യം പ്രദർശിപ്പിക്കും. ഗാംഭീര്യവും തൻ്റെടവും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്ന പ്രകൃതക്കാരാണെങ്കിലും ഉള്ളിൽ ശുദ്ധഗതിയും അസ്ഥിര ചിത്തവുമായിരിക്കും. വിഷമങ്ങളെ ഉള്ളിലൊതുക്കാനോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനോ അല്പം ശേഷിക്കുറവുണ്ടാവും. പൊതുവെ ആരോഗ്യത്തിന് കുറവുണ്ടാകയില്ല. എന്നാൽ ദന്തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അഭംഗി ഉണ്ടാവാം. വയറിനെ സംബന്ധിച്ചോ ശ്വാസകോശത്തെ സംബന്ധിച്ചോ അസുഖങ്ങളും ഉണ്ടാവാം. ആരെയും ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഇവർ ആഗ്രഹിക്കുകയില്ല. അത്തരക്കാരുമായി കൂട്ടുകൂടുവാനും ഇഷ്ടപ്പെടുകയില്ല. നിർബന്ധശീലം, സ്വാതന്ത്ര്യബോധം ഇവ അല്പം കൂടുതലായിരിക്കും. ആര് പറയുന്നതും കേൾക്കുമെങ്കിലും സ്വന്തം ഇഷ്ടമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പല കാര്യങ്ങളിലും എടുത്തുചാട്ടമുണ്ടാകും. വികാരത്തെ നിയന്ത്രിച്ച് സമാധാനപൂർണമായി ചിന്തിച്ചും ആലോചിച്ചും പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം. കോപമുണ്ടായാൽ ആരുടെയും മുഖം നോക്കാതെ സംസാരിക്കുവാൻ മടി കാണിക്കുകയില്ല. തന്മൂലം വിരോധികൾ ധാരാളം ഉണ്ടാകും. ബന്ധുജനങ്ങളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ അധികം ഗുണമൊന്നും ഉണ്ടാവുകയില്ല. അന്യദേശത്താണ് പുരോഗതിയും വളർച്ചയും ഉണ്ടാവുക. സ്വന്തം പരിശ്രമം കൊണ്ടുള്ള വളർച്ചയാണ്. അസാമാന്യമായ കഴിവും മിഴിവും സാമർഥ്യവും സാമ്പത്തിക രംഗങ്ങളിലും പ്രവർത്തന രംഗങ്ങളിലും ഉണ്ടാകും. പ്രവർത്തന രംഗങ്ങളിൽ അടിക്കടി മാറ്റമുണ്ടാകും. മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കത്തക്ക വിധത്തിൽ യാത്രകൾ ഉണ്ടാകും. ഹൃദയ രഹസ്യങ്ങൾ ആരോടും തുറന്നു പറയും. തനിക്ക് ദോഷം വരുന്നതാണെങ്കിൽ പോലും ജ്യോതിഷം, എഞ്ചിനീയറിംഗ്, ജലസംബന്ധമായ ജോലികൾ ഈ രംഗങ്ങളിൽ വിജയിക്കും. ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. പങ്കാളിക്കുണ്ടാകാവുന്ന രോഗങ്ങൾ, കൂടെ ഉണ്ടാവുന്ന യാത്രകൾ ഇവ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കും. എങ്കിലും പരസ്പര സഹകരണ ഭാവത്തോടെ എല്ലാം അവർ ക്ഷമിക്കുവാനുള്ള ഒരു ആർജവം ഇവർക്കുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഭാഗ്യാനുഭവക്കുറവുണ്ടാവും. ഭർത്താവുമായി യോജിച്ച് പ്രവർത്തിക്കാൻ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ പിരിഞ്ഞു താമസിക്കേണ്ടതായ സാഹചര്യം വരെ വന്നേക്കാം. സന്താന സുഖം ഇവർക്കുണ്ടാകും. മനക്ലേശവും അതോടൊപ്പം ഉണ്ടാകും. ചില അപവാദ ആരോപണങ്ങളും കേൾക്കാൻ ഇടയാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം 2025 എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകും. ഉദ്യോഗസ്ഥന്മാർ മേലധികാരികളുടെ പ്രശസ്തിക്ക് പാത്രീഭൂതരാകും. കുടുംബകാര്യങ്ങളിൽ മുമ്പത്തേക്കാളും അധികം ശ്രദ്ധ പതിപ്പിക്കും. സന്താനങ്ങളുടെയും സഹോദരങ്ങളുടെയും ശ്രേയസ് വർദ്ധിക്കും. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. പൂർത്തിയാകാതെ കിടക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുമിപ്പിക്കുവാൻ കഴിയും. പ്രധാന ചില പ്രമാണങ്ങൾ കൈവശം വന്നു ചേരും. വിലപ്പെട്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങിക്കും. ശാരീരിക സുഖത്തേക്കാളേറെ മാനസിക സുഖങ്ങളിൽ ശ്രദ്ധ വയ്ക്കും.
എഴുത്തു മുഖേനയും മറ്റും പണം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ സമയം അനുകൂലമായിരിക്കുകയില്ല. പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചെന്നു വരില്ല. സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായെന്നും വരാം. പകയും പ്രതികാര ബുദ്ധിയും ഒഴിവാക്കുന്നത് നല്ലതാണ്. ധിഷണാപരമായ കഴിവുകൾ വർദ്ധിക്കും. ജോലിസ്ഥലത്ത് ശത്രുശല്യം ഉണ്ടാകും. ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം. പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എല്ലാ പ്രശ്നത്തെയും ശുഭാപ്തി വിശ്വാസത്തോടെ സമീപിക്കുന്നതാണ്. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലുമൊക്കെ വേണ്ടത്ര വിജയം ഉണ്ടാകില്ല. എങ്കിലും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം അല്പസ്വല്പം ഗുണഫലങ്ങൾ വന്നു ചേരും. ഭൂമി വാടക എന്നിവയിൽ നിന്നുള്ള വരുമാനം കുറയും. ജോലിയിൽ പ്രമോഷന് സാധ്യതയുണ്ട്. വരുമാനത്തിനനുസരിച്ച് ചിലവ് കൂടും. ഗൃഹനിർമ്മാണത്തിന് ശ്രമം തുടങ്ങും. ബിസിനസ്സിൽ പൊതുവെ പരാജയം വരുവാനുള്ള സാധ്യത കൂടുതലാണ്. ആഞ്ജനേയസ്വാമിയെയും ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുന്നത് മെച്ചപ്പെടുന്നതിന് സഹായകമാകും. എഴുത്തുകാർക്കും പത്രപ്രവർത്തകർക്കും ഈ സന്ദർഭം അനുകൂലമാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയും. ജയിൽ ഡിപ്പാർട്ട്മെന്റുമായി പ്രവർത്തിക്കുന്നവർക്ക് ഈ സന്ദർഭം അനുകൂലമാണ്. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. തൊഴിൽ രഹിതർക്ക് സർവീസിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങളും ലഭ്യമാകും. രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ പത്രങ്ങളിൽ ലേഖനങ്ങളോ ഊമക്കത്തുകളോ എഴുതപ്പെട്ടെന്നും വരാം. ഇണയുമായി പിരിഞ്ഞു നിൽക്കേണ്ടതായി വരും. പാർട്ട്ണർ മുഖേന ബിസിനസ്സിൽ അഭിവൃദ്ധി വന്നു ചേരും. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഉദ്യോഗത്തിൽ ആവശ്യപ്പെട്ട സ്ഥലത്ത് മാറ്റം ലഭിക്കും. ഇരുമ്പ്, ഉരുക്ക്, സിമന്റ് തുടങ്ങിയവയുടെ വ്യാപാരത്തിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാം. വ്യാപാരം, കൃഷി ഇവയിൽ ആദായം ലഭിക്കുവാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളിലും ധീരതയും തൻ്റെടവും പ്രദർശിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും. വിരുദ്ധ ശക്തികളുടെ പ്രേരണയ്ക്ക് വിധേയരായി പലപ്പോഴും ശരിയായ തീരുമാനം കൈക്കൊള്ളാൻ പറ്റാതെ വരും. എഴുത്തുകളിലും കലാപരമായ പ്രവർത്തനങ്ങളിലും അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ പോലും സാധിച്ചെടുക്കുവാൻ കഴിയും. പ്രമോഷൻ ലഭിക്കുന്നതോടൊപ്പം സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം. ജനമധ്യത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുവാൻ കഴിയും. യൂണിവേഴ്സിറ്റികളിലോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പ്രവേശനത്തിന് ശ്രമിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കും. വർക്ക്ഷോപ്പുകളോ മറ്റു വ്യവസായങ്ങളോ ആരംഭിക്കുന്നതിനുള്ള തൊഴിൽ രഹിതരുടെ ആഗ്രഹം സഫലമാകും. ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകും. ആദായത്തിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ചില സന്ദർഭങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വന്നേക്കാം. പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ അവസരമുണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. സന്താനങ്ങളെ കൊണ്ട് നന്മകൾ അനുഭവിക്കാം. സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ടവർക്ക് ഈ സന്ദർഭം വളരെ പ്രോത്സാഹജനകമാണ്. വളരെ കാലമായി അകന്നു നിന്ന ബന്ധുക്കളുമായി കൂടിക്കഴിയുവാൻ അവസരമുണ്ടാകും. ആത്മീയ യാത്രകളും സത്സംഗങ്ങളും സംഘടിപ്പിക്കും. പല സംഗതികളിലും വൈകാരിക തീവ്രതയുണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾക്കിടയിൽ തന്നെ കലാപ്രവൃത്തികളിൽ വളരെയധികം ഉന്നതിയും അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. പൊതുവെ പറഞ്ഞാൽ വർഷത്തിൻ്റെ മധ്യം വരെ അനുകൂലമായ സാഹചര്യങ്ങളും വർഷാന്ത്യം അല്പസ്വല്പം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായും വന്നേക്കാം. എന്തായാലും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2025 ഏറ്റവും നല്ല ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.